പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. പ്രിയ ദൈവമക്കളെ, അമ്മനെ ഒരു വർഷം യൂട്യൂബ് ഫാമിലിയായി നമുക്ക് ഒരുമിച്ച് ദൈവവചനങ്ങളെ കേൾക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് നമുക്ക് അവസരം നൽകി. 2025 ഫെബ്രുവരി 26 ഈ യൂട്യൂബ് ചാനൽ ആരംഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്തത്. ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നുമില്ല. ആമേൻ. ഒരു കഠിന ശോധനയിലൂടെ കടന്നുപോയ സാഹചര്യത്തിലാണ് കർത്താവ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയത്. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ദൈവത്തിന് അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇതുവരെയും നടത്തി പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിൽ വചനം കേൾക്കുന്ന, വചനം ശ്രദ്ധിക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് വ്യൂവേഴ്സ് ആയിരിക്കുന്ന, സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായി ധന്യമായി അനുഗ്രഹിക്കും. ഇനിയും അനേകർക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് നിശ്ചയമായി സ്തോത്രം ധാരാളമായി ധന്യമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി കർത്താവ് നമുക്ക് നൽകിയ വചനം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23-24 വചനങ്ങൾ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. അതെ, 1 Thessalonians chapter 5 verse 23 and 24. May God himself, the God of peace, sanctify you through and through. May your whole spirit, soul and body be kept blameless at the coming of our Lord Jesus Christ. The one who calls you is faithful and he will do it. Amen. അത് ഇന്നും നമ്മെ വിളിക്കുന്ന ദൈവം വിശ്വസ്തന. പ്രിയ ദൈവമക്കളെ, ഇന്നും കർത്താവ് നമ്മെ വിളിക്കുന്നു. യേശു നമ്മെ വിളിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ആമേൻ. സ്തോത്രം. ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുവാൻ. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ നാം എന്ത് നേടിയാലും അതൊക്കെ ഇവിടെ നാം വിട്ടേച്ച് നമ്മുടെ ആത്മാവ് മാത്രമാണ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി നമുക്കധികമായി സ്തോത്രം വാഞ്ചിക്കാം. ആത്മാവിൻ്റെ രക്ഷ പ്രാപിക്കാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. ആയതിനാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക. യേശുവിനെ കർത്താവെന്ന് വിശ്വസിച്ച്, ഹൃദയത്തിൽ വിശ്വസിച്ച്, വായി കൊണ്ട് ഏറ്റുപറയുക. കർത്താവ് നിങ്ങളെ രക്ഷിക്കും. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുക. ലോകം തരാത്ത സമാധാനവും സന്തോഷവും ആശ്വാസം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. അതേ തുടർന്ന് യേശുവിൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് ജലസ്നാനം സ്വീകരിച്ച് വിശുദ്ധിയിൽ വേർപാടിലും കർത്താവിനെ ആരാധിച്ച് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് കൂട്ടായ്മ ആചരിച്ച് കർത്താവിന് വേണ്ടി മുന്നേറുമ്പോൾ നിശ്ചയമായി നമ്മെ ചേർക്കുവാൻ മണവാളനായ യേശു ക്രിസ്തു ഏറ്റവും സ്തോത്രം അതിവേഗത്തിൽ വരുവാൻ പോകുന്നു. ആ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. ആത്മാവിൻ്റെ രക്ഷ പ്രാപിച്ചിട്ടുള്ളവരോട് കർത്താവിന് പകൽക്കാലം പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. ആ കർത്താവ് നമ്മെ വീണ്ടും ശുദ്ധീകരിക്കും. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും ഒരുപോലെ ദൈവം മുൻപാകെ അത് വിലപ്പെട്ടതാണ്. സ്തോത്രം. അത് അനന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുവാൻ കർത്താവിൻ്റെ വരവിങ്കിൽ നാം എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ സ്തോത്ര ആത്മാവും പ്രാണനും ദേഹവും, അതെ പ്രൈസ് ദി ലോർഡ്, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി മൂന്നും അനന്യമായി ബ്ലെയിംലെസ് ആയി, കുറ്റമില്ലാത്തതായി, കറയില്ലാത്തതായി സ്തോത്ര, കറ, ചുളുക്കം, വാട്ടമാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കമായി നിൽക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവം നമ്മെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. എങ്ങനെ എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ കഴിയും? എങ്ങനെ എനിക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയും? എന്നൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. നമ്മെ വിളിച്ച ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ദേഹത്തെ, നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായി സമർപ്പിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്നെ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നെ ജീവിക്കുന്നത്. ആ വിശ്വാസത്തോടെ നാം നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമെങ്കിൽ ആ കർത്താവ് അത് നിവർത്തിക്കും. എന്ത് നിവർത്തിക്കും? നമ്മെ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നമ്മെ മുഴുവനും ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹിയും അനന്യമായി വെളിപ്പെടുമെന്ന്
തക്കവണ്ണം നമ്മെ കാക്കും. ആ കർത്താവിൻ്റെ ആമേൻ ആ കാവള ശബ്ദം കേൾക്കുമ്പോൾ പറന്നുയരുവാൻ അവർക്ക് നമ്മെ സ്തോത്രം സ്തോത്രം. പിതാപുത്ര പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ സഹായിക്കും. ആ വിശ്വസ്തനായ കർത്താവിൻ്റെ സന്നിധി വിശ്വസ്തയോടെ നമുക്ക് നിലനിൽക്കാം. നമ്മെ തന്നെ ഓരോ നാളും ദൈവഹിതത്തിനായി അവൻ ഈ നാളുകളിൽ അമ്മ ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനത് അങ്ങ് കർത്താവേ സമാധാനത്തിൻ്റെ ദൈവമാകുന്നു. അങ്ങ് വിശ്വസ്തനായ കർത്താവാകുന്നു. കർത്താവേ യേശുവേ, നിശ്ചയമായി ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ആത്മാവ് പ്രാണനും ദേഹിയും ഒരുപോലെ അങ്ങയുടെ സന്നിധിയിൽ വിശുദ്ധിയോടെ ഞങ്ങൾ നിൽക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, അപ്പോൾ ആത്മാവിൻ്റെ രക്ഷ എല്ലാവരും നേടി കർത്താവേ ശരീരത്തിൻ്റെ രക്ഷ അവൻ നേടുവാൻ കാത്തിരിക്കുന്നവർ കർത്താവിൻ്റെ വരവിനായി അധികമായി പ്രത്യാശയോടെ അവൻ വിശുദ്ധിയോടെ അവൻ സ്തോത്രം 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 കാത്തിരുന്ന് അനുഭവം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒന്നുകൂടെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഒന്നുകൂടെ ഞങ്ങളെ കർത്താവെ കഴുകണമേ. ഞങ്ങളെ ഒന്നുകൂടെ ദൈവകരങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ യേശുവേ സ്തോത്രം. കുഞ്ഞാട്ടിൻ കല്യാണം വന്നുമല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അതേ നാഥ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സഹായത്താൽ ഈ നാളുകൾ ഞങ്ങൾ വീണ്ടും ഒരുക്കപ്പെടുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. അതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമാധാനത്തോടെ അങ്ങ് കാക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുവാൻ അങ്ങ് സഹായിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം ചെയ്യുന്നു, താഴ്ത്തുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. May God bless you all. Amen.